കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിരിക്കുന്നു. തൻ്റെ കഷ്ടകാല സമയത്ത് എല്ലാവരും കൈയൊഴിഞ്ഞിട്ടും തന്നെ വിജയിപ്പിച്ച, തന്നെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത കേരളത്തിലെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യു.പിയിലെ റായ്ബറേലി മണ്ഡലം നിലനിർത്തുവാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. പകരം തൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുവാനാണ് നീക്കം. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരേ സമയത്ത് 2 പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി 2 സ്ഥലത്തും വിജയിച്ചിരുന്നു. അതിനാലാണ് ഏതെങ്കിലും ഒരു മണ്ഡലം രാജിവെച്ച് ഒഴിയണമെന്നുള്ളതിനാൽ ഇപ്പോൾ വയനാട് മണ്ഡലത്തെ തള്ളിപ്പറയുവാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. 2019 തിരഞ്ഞെടുപ്പിലും ഇതേപോലെ 2 മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചുവെങ്കിലും വയനാട്ടിൽ മാത്രമാണ് അന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചത്. തൻ്റെ അമ്മയും അച്ഛനും മുത്തശ്ശിയും മുതുമുത്തച്ഛനുമെല്ലാം പ്രതിനിധാനം ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ആ അമേഠി മണ്ഡലത്തിൽ അന്ന് വളരെ ദയനീയമായിട്ടാണ് BJPയോട് രാഹുൽ ഗാന്ധി തോറ്റ് തുന്നം പാടിയത്. അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ആ പാർലമെന്ററിയൻ മോഹം അസ്തമിച്ചേക്കാമായിരുന്ന ആ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് രക്ഷപ്പെടുത്തി ആ നാണക്കേടിൽ നിന്നും ഒഴിവാക്കിയ വയനാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരെയാണ് ഇപ്പോൾ പൂർണ്ണമായും രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുന്നത്. ഇത്രയും നാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല താനെന്ന് പറഞ്ഞിരുന്ന പ്രിയങ്ക ഇപ്പോൾ ആ തീരുമാനം മാറ്റി വയനാട്ടിൽ മത്സരിക്കുവാൻ സന്നദ്ധമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നും വിജയിച്ച് കരകയറാമെന്ന ആ ഒരു വ്യാമോഹം തന്നെയാണ്. മാത്രമല്ല, മത്സരത്തിൽ കന്നിയംഗത്തിന് ഇറങ്ങുന്ന ഇവർക്ക് പരാജയപ്പെടുവാനുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ അവർ മാറി നിന്നത്. തങ്ങളുടെ കുടുംബ സീറ്റായി കണ്ടിരുന്ന പല മണ്ഡലങ്ങൾ പോലും BJP അങ്ങനെ കടന്നു കയറിയതിനാൽ പലപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നിട്ടും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് മതമൗലികവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ UDFും കോൺഗ്രസും രണ്ടാമതും ഇപ്പോൾ രാഹുലിനെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസമാണ് അവർക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് അവർ തൻ്റെ മുൻ തീരുമാനം മാറ്റി മത്സര രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഗാന്ധി കുടുംബം കരുതും പോലെ വയനാടിനെ അവരുടെ ഒരു കുടുംബ സ്വത്താക്കി മാറ്റുവാൻ വയനാട്ടിലെ ചിന്താശേഷിയുള്ള വോട്ടർമാർ തയ്യാറാകുമോ, അതോ മതമൗലികവാദികൾക്ക് അനുകൂലമായി അവിടെയുള്ള മതേതരവാദികൾ പിന്തുണയേകുമോ എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്.